രണ്ടിലൊരാൾ വീഴുന്നത് വരെ യുദ്ധം. വീഴുന്നത് പക്ഷെ ഞാനായിരിക്കില്ല. കഴിഞ്ഞ ദിവസം മലക്കോട്ട ബാലവൻ OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് എന്നൊരു പടമാണ്. ബട്ട് കുറച്ച് പേർക്കെങ്കിലും പടം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് എന്നത് എന്നൊരു കാര്യമാണ്. കീറിമുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും അല്ല, ഒരു നോർമൽ ഓഡിയൻസിന് എങ്ങനെയാണ് തോന്നിയത് എന്നുള്ള കാര്യം മാത്രമാണ്. മലക്കോട്ട ബാലവൻ എന്ന സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ഒരു നോർമൽ വ്യൂവർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയ കാര്യം, ഈ പടത്തിൽ കുറേ ലോങ് ഷോട്ട്സ് ഉണ്ട്. തുടക്കത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു കാളവണ്ടി അവിടെ നിന്ന് വരാൻ എത്ര സമയം പിടിക്കുമോ അത്രയും സമയം തന്നെ നമ്മൾ ആ ഷോട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് തന്നെ കുറേ ഷോട്ട്സ് വരുമ്പോൾ മടുക്കും. പിന്നെ സ്ലോ മോഷൻ സീൻസിന്റെ അയ്യരലാണ് പടത്തിൽ. ഓൾറെഡി മനസ്സിലായ കാര്യം തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടും അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും. എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ചിന്നൻ എന്ന കഥാപാത്രത്തിന്റെ മരണം തന്നെ നോക്കാം. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, ചിന്നൻ തന്നെയാണ് മരിച്ചതെന്ന്. ബട്ട് അത് അറിഞ്ഞിട്ടും അത് റിവീൽ ചെയ്യാനായി എടുത്ത സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു ഈ ഒരു പടത്തിലെ സ്ലോ മോഷൻ സീൻസ് ഒക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇമോഷണൽ കണക്ഷനാണ്. നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു പടത്തിലെ ക്യാരക്ടേഴ്സുമായി തോന്നില്ല. ഇപ്പോൾ രംഗപട്ടണ രംഗനാഥയുടെ ഇമോഷൻസ് കുറച്ച് പടത്തിൽ കാണിച്ചു പോകുന്നുണ്ട്, പക്ഷെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് പടത്തിലെ ഏത് ക്യാരക്ടേഴ്സ് എടുത്താലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ FDFS കാണുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഒരു മാസ് പടം ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുടെ മുമ്പിൽ ഇത് ഫാൻ ഷോ വെച്ച് കാണേണ്ട ഒരു പടം ആയിരുന്നില്ല. ഇത് തലേ ദിവസം DJയും കാര്യങ്ങളൊക്കെ വെച്ചൊരു മാസ് പടത്തെ വരവേൽക്കുന്ന പോലെയാണ് മലക്കോട്ട ബാലുവിനെ എല്ലാവരും നോക്കിയിരുന്നത്. പിന്നെ കുറച്ച് പേരുടെ തള്ളലുണ്ടായിരുന്നു. ലാലേട്ടന്റെ എൻട്രിയിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ പറയുമ്പോൾ ഫാൻസിന് പ്രതീക്ഷ വന്നില്ലേലേ അത്ഭുതമുള്ളൂ. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൻപകൽ നേരത്തെ മയക്കുന്ന സിനിമയ്ക്ക് ഫാൻ ഷോ വെച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഒരു 9 ഷോ വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് തോന്നി. പിന്നെ LJP പടമാണ്. നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ചേഞ്ച് പ്രതീക്ഷിക്കരുതായിരുന്നു. കാരണം LJPയുടെ മാസ് പടം വരുന്നു എന്ന ലേബലിലായിരുന്നു വാലുവിന്റെ വരവ്. വിഷ്വൽസിന്റെ കാര്യത്തിൽ പടം വേറെ ലെവലാണ്. ആ ഒരു ക്ലൈമാക്സിലെ സീൻസ് ഒക്കെ ആണെങ്കിലും സെറ്റാണ്. ബട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും പടത്തെ അപ്രോച്ച് ചെയ്ത രീതി മാറിപ്പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാലുവിൻ പരാജയപ്പെടാനുള്ള കാരണങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പടത്തെക്കുറിച്ച് തോന്നിയതെന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.